ഹാങ്ക് അവിടെ നിന്നും പോയ ശേഷം ജെസ്സിയും വാൾട്ടും ആ മരുഭൂമിയിലൂടെ മുന്നോട്ട് നടന്നു. അടുത്തുള്ള ഏതെങ്കിലും റോഡിലെത്തി എങ്ങനെയെങ്കിലും വീട്ടിലെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പോകുന്ന വഴിയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളും മറ്റും അവർ ആ മരുഭൂമിയിൽ കുഴിച്ചിട്ടു. കുറെ ദൂരം ചെന്ന ശേഷം അവർ ആളൊഴിഞ്ഞ ഒരു റോഡിലെത്തി. അതുവഴി വരുന്ന ഏതെങ്കിലും വണ്ടിയിൽ കയറി നഗരത്തിലേക്ക് പോകാമെന്നും ആർക്കും സംശയം തോന്നാതിരിക്കാൻ രണ്ടുപേരും രണ്ട് വണ്ടികളിലായി പോയാൽ മതിയെന്നും അവർ തീരുമാനിച്ചു. ആദ്യം വന്ന ഒരു കർഷക സംഘത്തിന്റെ വണ്ടിയിൽ വോൾട്ട് കയറി. ശേഷം മറ്റൊരു വണ്ടിയിൽ ജെസ്സിയും. എന്നാൽ തന്റെ ഈ തിരോധാനം വീട്ടിലും നാട്ടിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് നന്നായി അറിയാമായിരുന്ന വോൾട്ട് കൂടുതൽ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ വീട്ടിൽ കയറാൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. അടുത്തുള്ള നഗരത്തിൽ ഇറങ്ങിയ വോൾട്ട് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ വെച്ച് ഒരു ഭ്രാന്തനെ പോലെ തന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റിയ വോൾട്ട് പൂർണ്ണ നഗ്നനായി അവിടെ നിന്നു. ഇത് കാണുന്ന സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാർ ഉടൻ തന്നെ പോലീസിനെ വിളിക്കുകയും വാൾട്ട് ഒരു മനോരോഗിയാണെന്ന് കരുതുന്ന പോലീസ് അവനെ അടുത്തുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് അപ്പോഴേക്കും സ്കൈലറും മകനും അവിടെ എത്തി. താൻ എവിടെയാണെന്നോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തനിക്ക് ചുറ്റും എന്താണ് സംഭവിച്ചതെന്നോ യാതൊരു ഓർമ്മയുമില്ലാത്ത ഒരാളായിട്ടാണ് വാൾട്ട് അവരുടെ മുന്നിൽ അഭിനയിച്ചത്. തന്റെ മകനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്ന വാൾട്ട് തനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്നും മറന്നുപോയ ആ 2 ദിവസത്തെ കാര്യങ്ങൾ ഒഴിച്ചാൽ താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അവരോട് പറഞ്ഞു. തുടർന്ന് അവർ സംസാരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം നഗരത്തിന് പുറത്തു നടന്ന ഒരു വെടിവെപ്പിൽ ഏതോ ഒരു വലിയ ഡ്രഗ് ഡീലറെ ഹാങ്ക് വെടിവെച്ച് കൊന്ന വിവരം മകൻ വാൾട്ടിനോട് പറഞ്ഞു. ഇത് കേൾക്കുന്ന വാൾട്ട് ഒന്നും അറിയാത്തതുപോലെ ഇതെല്ലാം എവിടെ വെച്ചാണ് നടന്നതെന്നും ഹാങ്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും അവരോട് ചോദിച്ചു. ശേഷം സ്കൈലർ വാൾട്ടിനെ കണ്ടെത്തിയ കാര്യം മേരിയെ വിളിച്ചറിയിച്ചു. എത്രയും പെട്ടെന്ന് താൻ ആശുപത്രിയിലേക്ക് വരാമെന്ന് മേരി പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ വരേണ്ടതില്ലെന്നും ഇവിടെയെല്ലാം ഓക്കെ ആണെന്നും സ്കൈലർ അവളെ അറിയിച്ചു. അതേസമയം ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചില ഉയർന്ന ഉദ്യോഗസ്ഥർ ടൂക്കോയുമായി നടന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഹാങ്കിനെ ചോദ്യം ചെയ്യുകയാണ്. താൻ അവിടെ എത്തിയപ്പോൾ നടന്ന കാര്യങ്ങൾ ഹാങ്ക് അവരോട് കൃത്യമായി വിശദീകരിച്ചു. മറ്റൊരാളെ അന്വേഷിച്ച് അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നത് പോലീസ് അന്വേഷിക്കുന്ന കൊടും കുറ്റവാളിയായ ടൂക്കോ ആണെന്ന് തിരിച്ചറിഞ്ഞതെന്നും താൻ കാണുമ്പോൾ തന്നെ അവന്റെ വയറ്റിൽ വെടിയേറ്റതുപോലെയുള്ള ഒരു മുറിവ് താൻ കണ്ടിരുന്നുവെന്നും ഹാങ്ക് പറഞ്ഞു. ശേഷം അവനോട് കീഴടങ്ങാൻ താൻ ആവശ്യപ്പെട്ടെങ്കിലും അവൻ തോക്കുപയോഗിച്ച് തനിക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. അതിനിടയിൽ അവൻ തോക്ക് റീലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ താൻ അവന്റെ തല ലക്ഷ്യമാക്കി വെടിവെച്ചാണ് അവനെ കൊന്നതെന്നും ഹാങ്ക് അവരോട് പറഞ്ഞു. ഇത്രയും കേട്ട ഉദ്യോഗസ്ഥർ എന്തിനാണ് യാതൊരു ബാക്കപ്പും ഇല്ലാതെ ഒറ്റയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് പോയതെന്ന് ഹാങ്കിനോട് ചോദിച്ചു. ടൂക്കോ അവിടെ ഉണ്ടാകുമെന്ന് താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും കാണാതായ തന്റെ അളിയൻ വോൾട്ടിനെ അന്വേഷിച്ചാണ് താൻ അവിടെ എത്തിയതെന്നും ഹാങ്ക് മറുപടി നൽകി. എന്നാൽ വോൾട്ടിനെ ഇപ്പോൾ കണ്ടെത്തിയെന്നും അവന് കുഴപ്പമൊന്നുമില്ലെന്നും ഹാങ്ക് കൂട്ടിച്ചേർത്തു. മണിക്കൂറുകളോളം അവനെ കാണാതായപ്പോൾ അവന്റെ മോശം ആരോഗ്യനില കാരണം കുടുംബം മുഴുവൻ വലിയ ആശങ്കയിലായിരുന്നു. അതിനാൽ അവനെ കണ്ടെത്താൻ അവന്റെ പരിചയക്കാരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിൽ തന്റെ അളിയന്റെ പഴയൊരു വിദ്യാർത്ഥിയായ ജെസ്സിയുമായി അവന് എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാവുകയും ജെസ്സിയെ കാണാനായി ജെസ്സിയുടെ കാർ ട്രാക്ക് ചെയ്തു പോയപ്പോഴാണ് താൻ അപ്രതീക്ഷിതമായി ടൂക്കോയുടെ മുന്നിലെത്തിയതെന്നും ഹാങ്ക് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി. അങ്ങനെയെങ്കിൽ ജെസ്സി പിങ്മാന്റെ കാര്യം എന്തായെന്നും അവന്റെ കാർ എങ്ങനെയാണ് ആ ക്രൈം സീനിൽ എത്തിയതെന്നും അവനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞോ എന്നും ഉദ്യോഗസ്ഥർ ചോദിച്ചു. അധികം വൈകാതെ തന്നെ അവൻ തങ്ങളുടെ കയ്യിൽപ്പെടുമെന്ന് ഹാങ്ക് അവർക്ക് ഉറപ്പു നൽകി. മറുവശത്ത് നഗരത്തിൽ തിരിച്ചെത്തിയ ജെസ്സി തന്റെ സുഹൃത്തായ ബാഡ്ജറിനൊപ്പം വീടിന്റെ പുറത്ത് കാറിൽ ഇരിക്കുകയാണ്. തനിക്ക് വേണ്ടി പോലീസ് വീടിന്റെ അടുത്തു വന്ന് അന്വേഷിക്കുന്നത് കാണുന്ന ജെസ്സി പോലീസ് പോയ ശേഷം വീട്ടിൽ കയറി തങ്ങളുടെ രഹസ്യ ലാബായ വാനും വീടിന്റെ ബേസ്മെന്റിലുള്ള പാചക ഉപകരണങ്ങളും അവിടെ നിന്നും മാറ്റാൻ തീരുമാനിച്ചു. വീടിനുള്ളിലെ എല്ലാ സാധനങ്ങളും ബാഡ്ജറിന്റെ സഹായത്തോടെ അവൻ വാനിലേക്ക് മാറ്റി. ബാഡ്ജറിന്റെ കസിനായ ക്ലോവിസിന്റെ സഹായത്തോടെ അവർ ആ വാനും സാധനങ്ങളും ക്ലോവിസിന്റെ ഗ്യാരേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. അതിനു പകരമായി ക്ലോവിസ് $1000 ആവശ്യപ്പെട്ടെങ്കിലും ജെസ്സിയുടെ കയ്യിൽ ആകെ $500 മാത്രമാണ് ഉണ്ടായിരുന്നത്. ബാക്കി തുക പിന്നീട് നൽകാമെന്ന ഉറപ്പിൽ ക്ലോവിസ് ആ വണ്ടിയുമായി അവിടെ നിന്നും പോയി. അതിനുശേഷം ടൂക്കോയുടെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ എന്തെങ്കിലും അന്വേഷണം വരികയാണെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ ചില തെളിവുകൾ നിർമ്മിക്കാൻ ജെസ്സി തീരുമാനിച്ചു. അതിനായി അവൻ വെൻഡി എന്നൊരു ഡ്രഗ് അഡിക്റ്റായ സ്ത്രീക്കൊപ്പം മയക്കുമരുന്ന് കച്ചവടക്കാരുടെ സ്ഥിരം താവളമായ വാഫിൽ ഹൗസ് എന്ന ഹോട്ടലിലേക്ക് പോയി. കഴിഞ്ഞ 3 ദിവസമായി താനും അവൾക്കൊപ്പം ഈ മുറിയിൽ തന്നെയാണെന്ന് പോലീസിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം. അഥവാ പോലീസ് എങ്ങാനും വന്ന് ചോദ്യം ചെയ്താൽ തന്റെ പ്ലാൻ പ്രകാരം മാത്രമേ സംസാരിക്കാവൂ എന്ന് വെൻഡിയെ ജെസ്സി പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. അവർ വിചാരിച്ചതുപോലെ തന്നെ കുറച്ചു സമയത്തിനകം പോലീസ് ആ മുറിയുടെ വാതിൽ തകർത്ത് ജെസ്സിയെ അറസ്റ്റ് ചെയ്തു. അതേസമയം ആശുപത്രിയിൽ വോൾട്ടിന്റെ പരിശോധനാ ഫലങ്ങളെല്ലാം വന്നിരുന്നു. ക്യാൻസർ തലച്ചോറിലേക്ക് പടർന്നിട്ടില്ലെന്നും അയാൾക്ക് മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഡോക്ടർ അവരോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ വോൾട്ടിന് ഓർമ്മ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നായിരുന്നു ഡോക്ടറുടെ സംശയം. ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ
കണ്ടെത്താതെ വാൾട്ടിനെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ലെന്നും ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ നീളുന്ന സൈക്കാട്രിക് പരിശോധനകൾ വേണ്ടിവരുമെന്നും ഡോക്ടർ വാൾട്ടിനെ അറിയിച്ചു. എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ നിന്നും പുറത്തു കടക്കണമെന്ന ചിന്തയുമായി കഴിയുന്ന വാൾട്ടിന് ഇനിയും അവിടെ തുടരുക എന്നത് അസാധ്യമായിരുന്നു. അതുകൊണ്ട് സൈക്കാട്രി ഡോക്ടറെ നേരിട്ട് ചെന്ന് കാണുന്ന വാൾട്ട് ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തികച്ചും രഹസ്യമായിരിക്കുമെന്ന ഉറപ്പ് വാങ്ങിയ ശേഷം ഡോക്ടറോട് ഒരു കള്ളം പറഞ്ഞു. തനിക്ക് ഓർമ്മക്കുറവൊന്നും ഉണ്ടായിട്ടില്ലെന്നും എല്ലാം ഒരു അഭിനയമായിരുന്നുവെന്നും പറയുന്ന വാൾട്ട് വികലാംഗനായ ഒരു മകൻ, ഗർഭിണിയായ ഭാര്യ, വളരെ തുച്ഛമായ ശമ്പളം, അതിനു പുറമെ മരണത്തിലേക്ക് അടുപ്പിക്കുന്ന ക്യാൻസർ, ഈ സമ്മർദ്ദങ്ങളെല്ലാം താങ്ങാൻ കഴിയാതെ വീട് വിട്ടിറങ്ങിയതാണെന്നും തന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് സൂപ്പർ മാർക്കറ്റിൽ നഗ്നനായി നിന്നതെന്നും വാൾട്ട് ഡോക്ടറോട് പറഞ്ഞു. വാൾട്ടിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ ഡോക്ടർ 2 ദിവസത്തിനകം അവന് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ഉറപ്പു നൽകി. അതേസമയം അറസ്റ്റിലായ ജെസ്സിയെ ഹാങ്കും ഗോമസും ചേർന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ടൂക്കോ കൊല്ലപ്പെട്ട സ്ഥലത്ത് നിന്നും ജെസ്സിയുടെ കാറ് കിട്ടിയെന്നും ആ കാറിൽ നിന്നും ഏതാണ്ട് $67,000 കണ്ടെടുത്തുവെന്നും ഹാങ്ക് പറഞ്ഞു. എന്നാൽ തനിക്ക് ടൂക്കോയെ അറിയില്ലെന്നും ആ കാറിലുള്ള പണം തന്റേതല്ലെന്നും പറഞ്ഞ് ജെസ്സി ഒഴിഞ്ഞുമാറി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താൻ വെൻഡി എന്ന സ്ത്രീക്കൊപ്പം വാഫിൾ ഹൗസ് എന്ന ഹോട്ടലിലായിരുന്നുവെന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞു. ശേഷം വെൻഡിയെ ചോദ്യം ചെയ്തപ്പോഴും അവളും അത് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. ചോദ്യം ചെയ്യൽ എങ്ങുമെത്താതായപ്പോൾ ഹാങ്ക് ജെസ്സിയെ കുടുക്കാൻ ടൂക്കോയുടെ അമ്മാവനായ ഹെക്ടറിനെ അവിടെ എത്തിച്ചു. ഹെക്ടറെ കണ്ടതും ജെസ്സി ശരിക്കും ഭയന്നു. ടൂക്കോയുടെ താവളത്തിൽ ജെസ്സിയെ കണ്ടിരുന്നോ എന്ന് ഹാങ്ക് ഹെക്ടറിനോട് ചോദിച്ചു. എന്നാൽ പഴയൊരു മെക്സിക്കൻ ഗാങ്സ്റ്ററായ ഹെക്ടർ പോലീസിനെ സഹായിക്കാൻ ഒട്ടും തയ്യാറായില്ല. അയാൾക്ക് ജെസ്സിയെ കൃത്യമായി അറിയാമായിരുന്നിട്ടും ഒന്നും ഓർമ്മയില്ലാത്ത ഒരാളെപ്പോലെ അയാൾ മറുപടിയൊന്നും പറയാതെ മിണ്ടാതിരുന്നു. അതോടെ കൃത്യമായ തെളിവില്ലാത്തതിനാൽ പോലീസിന് ജെസ്സിയെ വെറുതെ വിടേണ്ടി വന്നു. എന്നാൽ അവന്റെ കാറിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ നിയമപ്രകാരം അവർ പിടിച്ചെടുത്തിരുന്നു. തന്റെ കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെട്ട് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ തെരുവിൽ നിൽക്കുന്ന ജെസ്സി തന്റെ അച്ഛനെ വിളിച്ച് സഹായം ചോദിച്ചെങ്കിലും അവന്റെ സ്വഭാവം അറിയാമായിരുന്ന അച്ഛൻ അവനെ സഹായിക്കാൻ തയ്യാറായില്ല. കാര്യങ്ങൾ നേരെയാകുന്നതുവരെ വെൻഡിയുടെ കൂടെ വാഫിൾ ഹൗസിൽ തന്നെ നിൽക്കാമെന്ന് അവൻ തീരുമാനിച്ചു. അന്ന് രാത്രി ജെസ്സി ആശുപത്രിയിലേക്ക് വിളിച്ച് വാൾട്ടിനെ ബന്ധപ്പെട്ടു. പോലീസുകാർ തന്നെ ഒരുപാട് ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ചെങ്കിലും ഒടുവിൽ അവർ അവനെ വെറുതെ വിട്ടുവെന്ന് ജെസ്സി വാൾട്ടിനെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ എന്താണ് ചോദിച്ചതെന്ന വാൾട്ടിന്റെ ചോദ്യത്തിന് ജെസ്സി വളരെ ദേഷ്യത്തോടെയാണ് മറുപടി പറഞ്ഞത്. വാൾട്ടിന്റെ അളിയൻ തന്റെ സമ്പാദ്യമായിരുന്ന $67,000 കൊണ്ടുപോയി എന്നും കയ്യിൽ കാശില്ലാതെ താൻ ബുദ്ധിമുട്ടുകയാണെന്നും അവൻ പറഞ്ഞു. എന്നാൽ ഹാങ്കിന് വാൾട്ടിനെ പറ്റി യാതൊരു സംശയവുമില്ലെന്നും നമ്മുടെ പ്ലാൻ പ്രകാരം പോലീസുകാർ താൻ പറഞ്ഞ കഥകളെല്ലാം വിശ്വസിച്ചുവെന്നും ജെസ്സി പറഞ്ഞു. തുടർന്ന് വാൾട്ട് ജെസ്സിയുടെ വീട്ടിലും വാനിലുമായി പ്രവർത്തിക്കുന്ന അവരുടെ ലാബും ഉപകരണങ്ങളും സുരക്ഷിതമാണോ എന്ന് ജെസ്സിയോട് തിരക്കി. ബേസ്മെന്റ് പൂർണ്ണമായും ക്ലീൻ ആക്കിയെന്നും വാഹനം ബാഡ്ജറിന്റെ കസിന്റെ ഗ്യാരേജിലേക്ക് മാറ്റിയെന്നും അതിപ്പോൾ സുരക്ഷിതമാണെന്നും ജെസ്സി മറുപടി നൽകി. ആ വാഹനം റിപ്പയർ ചെയ്യാൻ അവർക്ക് കഴിയുമോ എന്ന് വാൾട്ട് ചോദിച്ചപ്പോൾ എന്തിനാണെന്നായിരുന്നു ജെസ്സിയുടെ ചോദ്യം. നമുക്ക് മെത്ത് പാചകം ചെയ്യാനല്ലാതെ പിന്നെന്തിനാണെന്നായിരുന്നു വാൾട്ടിന്റെ മറുപടി. ഇത് കേട്ട ജെസ്സി അത്ഭുതത്തോടെ ചോദിച്ചു, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾക്കിപ്പോഴും മെത്ത് പാചകം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? വാൾട്ടിന്റെ ഉത്തരം ഉറച്ചതും ലളിതവുമായിരുന്നു. നമുക്കിടയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ജെസ്സി, നമുക്ക് രണ്ടുപേർക്കും പണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാൾട്ട് ആ സംഭാഷണം അവസാനിപ്പിച്ചു. പക്ഷേ അന്ന് രാത്രി വാൾട്ടിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നേരത്തെ വീട്ടിൽ നിന്നും പോകുന്നതിന് മുൻപ് തന്റെ കയ്യിലുണ്ടായിരുന്ന പണവും തോക്കും വീട്ടിൽ ജനിക്കാൻ പോകുന്ന മകൾക്കായി ഒരുക്കിയ മുറിയിൽ ഒരു ഡയപ്പർ ബോക്സിൽ വെച്ചിരുന്നു. അതെങ്ങാനും തന്റെ മകനോ ഭാര്യയോ കാണുമോ എന്ന ഭയം വാൾട്ടിനെ പിടികൂടി. കൂടുതൽ ആലോചിക്കാതെ അന്ന് രാത്രി ആശുപത്രിയിലെ വേഷം മാറ്റി തന്റെ സാധാരണ ഡ്രസ്സ് ധരിച്ച വാൾട്ട് നഴ്സുമാരുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും കണ്ണുവെട്ടിച്ച് വളരെ സമർത്ഥമായി ആശുപത്രിയിൽ നിന്നും പുറത്തു ചാടി ഒരു കള്ളനെ പോലെ തന്റെ വീട്ടിൽ കയറി. ഭാര്യയും മകനും കാണാതെ മുറിയിൽ കയറിയ വാൾട്ട് താൻ നേരത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ പണവും തോക്കും സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. ശേഷം അതെടുത്ത് മുറിയിലെ AC വെന്റിനുള്ളിലേക്ക് സുരക്ഷിതമായി മാറ്റിയ ശേഷം ആരും കാണാതെ അവിടെ നിന്നും ഇറങ്ങി ബസ്സിൽ കയറി ആശുപത്രിയിൽ തിരിച്ചെത്തി. താൻ പുറത്തുപോയതോ വീട്ടിൽ പോയി പണം മാറ്റിവെച്ച കാര്യമോ ആരും അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ വാൾട്ട് ഒന്നും അറിയാത്തതുപോലെ ആ ബെഡിൽ കിടന്നു. അടുത്ത ദിവസം ഓഫീസിൽ ടൂക്കോയെ കൊന്നതിന് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചേർന്ന് ഹാങ്കിന് ഒരു പാർട്ടി നൽകി. കേക്കെല്ലാം മുറിച്ചുകൊണ്ട് ഒരു കൊടും ക്രിമിനൽ അവരുടെ ലിസ്റ്റിൽ നിന്നും ഇല്ലാതായത് അവർ ആഘോഷിച്ചു. ശേഷം ടൂക്കോ തന്റെ പല്ലിൽ അണിയുന്ന തിളങ്ങുന്ന സ്വർണ്ണ ക്യാപ്പ് ഒരു ട്രോഫി പോലെ അവർ ഹാങ്കിന് സമ്മാനിച്ചു. അപ്പോഴേക്കും വാൾട്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആവാൻ തയ്യാറായിരുന്നു. വാൾട്ട് മകനുമായി സംസാരിക്കുന്നതിനിടയിൽ ഹാങ്ക് അവിടേക്ക് കയറി വന്നു. വാൾട്ടിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഹാങ്ക് അവനെ സമാധാനിപ്പിക്കുകയും ഇനി ഇതുപോലെ ഒളിച്ചോടി ഞങ്ങളെ പേടിപ്പിക്കരുതെന്ന് തമാശ രൂപേണ പറയുകയും ചെയ്തു. എന്നാൽ താൻ കാരണം ഹാങ്ക് ചെന്നുപെട്ട വെടിവെപ്പിനും അത് കാരണമുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും വാൾട്ട് അവനോട് മാപ്പ് ചോദിച്ചെങ്കിലും അതൊന്നും സാരമില്ലെന്നും അത് കാരണം താനിപ്പോൾ
ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ഹീറോയാണെന്നും ഹാങ്ക് പറഞ്ഞു. അതിനുശേഷം തനിക്ക് സമ്മാനമായി ലഭിച്ച ടൂക്കോയുടെ സ്വർണ്ണ പല്ലുകൾ ഹാങ്ക് അഭിമാനത്തോടെ അവരെ കാണിച്ചു. ആ പല്ലുകൾക്ക് പിന്നിലെ സത്യങ്ങളും ഓർമ്മകളും വാൾട്ടിനെ ശരിക്കും ഭയപ്പെടുത്തിയെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ വാൾട്ട് വളരെ സ്വാഭാവികമായി അവരുടെ മുന്നിൽ അഭിനയിച്ചു. ഡിസ്ചാർജിന് ശേഷം തിരികെ വീട്ടിലെത്തിയ വാൾട്ട് പഴയതുപോലെ പെരുമാറാൻ ശ്രമിച്ചെങ്കിലും സ്കൈലറിന് സംശയങ്ങൾ ബാക്കിയായിരുന്നു. ബെഡ്റൂമിൽ അവർ ഉറങ്ങാൻ നേരം സ്കൈലർ വാൾട്ടിനോട് നിങ്ങൾക്ക് ഞാൻ അറിയാത്ത വേറെ ഒരു ഫോൺ എന്തിനാണെന്ന് ചോദിച്ചു. നിങ്ങളെ കാണാതായ ദിവസം തന്റെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് വന്ന കോൾ നിങ്ങളുടെ നമ്പറിലല്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തിയതാണെന്നും അവൾ പറഞ്ഞു. വാൾട്ട് ഒരു നിമിഷം പതറിയെങ്കിലും അങ്ങനെയൊരു സംഭവം തനിക്ക് ഓർമ്മയില്ലെന്നും അങ്ങനെയൊരു ഫോൺ തനിക്കില്ലെന്നും അവളോട് ഉറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ കുഴപ്പമില്ല എന്ന് അവൾ മറുപടി പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ പുകയുന്നുണ്ടായിരുന്നു.